എന്റെ പേഴ്സണൽ അഭിപ്രായം കൊണ്ട് ഞാൻ പറയുന്നത്. എനിക്ക് 'വാഴ 2' മൂവി ഞാൻ ഇന്നലെയാണ് കണ്ടത്. കുറച്ച് വൈകി. ആഹ് എനിക്ക് ഈ ഒരു അതിന് കൊടുക്കുന്ന ആ ഒരു ഹൈപ്പിനനുസരിച്ച് അതുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഒരു ഇത് ഫീൽ ചെയ്തില്ല. ഫീൽ ചെയ്തില്ല മീൻസ് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ തോന്നി. നല്ലതായിട്ടും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ക്ലൈമാക്സ് കണ്ട് കരച്ചിൽ വന്നുന്ന് പറയുന്ന പോലെ എനിക്കും ക്ലൈമാക്സില് കരച്ചിൽ വന്നു. ക്ലൈമാക്സിൽ ആ ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ട്സ് ആ ഒരു കെമിസ്ട്രിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആഹ് സെക്കൻഡ് ഹാഫ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം എൻഗേജിങ് ആയിട്ട് കഥ പോകുന്നുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് എല്ലാ സിനിമയും ഞാൻ ആസ്വദിക്കുന്ന ആളാ. ഇപ്പം ചിലവര് മോശമാണെന്ന് പറയുന്ന സിനിമയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ വിചാരിക്കും ഇതെന്താണ് ആഹ് അതെന്താ മോശം പറയണേ? ഏഹ് എന്നൊക്കെ തോന്നും. ഇപ്പോ 'ആട് 3' ഇറങ്ങിയല്ലോ. 'ആട് 3'യും ഇതും വെച്ച് നോക്കുമ്പോ എനിക്ക് 'ആട് 3' ആണ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ട അല്ലെങ്കിൽ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്തിരുന്ന് കണ്ടൊരു സിനിമാന്ന് തോന്നും. അത്രയ്ക്കൊരിത് ഇതിനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. തോന്നിയില്ല മീൻസ് ഞാൻ നോക്കുമ്പോ എല്ലാവരും നല്ല അഭിപ്രായം, നല്ല സിനിമയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കൊരിതുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഞാനും ഈ ഇതില് എന്താണ് ഹാഷിർ ആൻഡ് ടീം, പിന്നെ യുറേക്കയിലെ ആ ചേട്ടൻ, പിന്നെ വേറെ കുഡോസ് മീഡിയ അവരുടെയൊക്കെ ആ പേരെനിക്കറിയില്ല. ഇവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുള്ളത്. എനിക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ്. ഞാനും റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യും ചെറുതായിട്ട്. അപ്പൊ എനിക്ക് നമ്മുടെ ചേട്ടന്മാര് സിനിമയിൽ അഭിനയിച്ചല്ലോ എന്നുള്ള ആ ഒരു ഫീലായിരുന്നു ഇവരൊക്കെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോ. കാരണം നമ്മുടെ ഇൻസ്റ്റേന്നൊക്കെ വളർന്ന് വലുതായി സിനിമയിലൊക്കെ എത്തിയാണ്. സോ അപ്പൊ എനിക്ക് ആ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഹാഷിറിന്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ഹാഷിറിന്റെ ആ ഒരു നോട്ടവും പുള്ളിയുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ സാധാരണ സിനിമ കാണുമ്പോ ഇങ്ങനെ ഇരുന്ന് ഉറ്റുനോക്കിയിരുന്ന് ഇങ്ങനെ കാണുന്ന ഒരാളാ. പക്ഷെ എനിക്കിതുണ്ടല്ലോ ഇടയ്ക്ക് വെച്ച് ബോറടിച്ചു പോലെ തോന്നി. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. അപ്പൊ ഞാൻ ആലോചിച്ചു, അയ്യോ എനിക്കെന്താ ബോറടിക്കണേ? എനിക്ക് ഇഷ്ടപ്പെടണില്ലേ ഇത്? അങ്ങനത്തെ ഒരു സംഭവായി പോയി. കാരണം എല്ലാവരും ഭയങ്കര ഹൈപ്പാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ എനിക്കിത് കണ്ടിട്ട് അയ്യോ ഇതെന്താണ്? എന്താ ഇതായിപ്പോയേ എന്നങ്ങനത്തെ ഒരു തോന്നലും വരുന്നു. ഞാൻ പറയാം എന്തൊക്കെയാ സംഭവംന്ന്. എനിക്കിഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെടാത്തതുമായിട്ടുള്ള എനിക്കിത് ലോ ആയിട്ട് തോന്നിയത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. ആം, ഫസ്റ്റ് ഓഫ് ഓൾ ചില ഭാഗങ്ങള് ഭയങ്കര ലാഗായിട്ട് തോന്നി. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ മൈക്ക് അത്ര നല്ലതൊന്നല്ല അതുകൊണ്ടാ. ചില ഭാഗങ്ങള് ഭയങ്കര ലാഗായിട്ട് തോന്നി. ലാഗായിട്ട് തോന്നിന്ന് വെച്ചാ പ്രത്യേകിച്ച് ആ അൽഫോൺസ് പുത്രൻ പോലീസായിട്ട് വന്നിട്ട് സ്കൂളില് വന്നിട്ട് പാരന്റ്സും ടീച്ചേഴ്സും ആയിട്ടൊക്കെ ഒരു മീറ്റിംഗ് പോലെ നടക്കുന്നില്ലേ? എന്തെന്നാണ് എന്തെന്നാ അതിനെ പറയാ? ഗുണദോഷിക്കാൻ അയ്യോ എന്തെന്നാ അതിനെ പറയണേ? ഈ ഡ്രഗ്സിനെ കുറിച്ചും അതിനെക്കുറിച്ച് ബോധവൽക്കരണം പോലെയൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം ഒരുപാട് നേരം നീണ്ടുപോയി. അത് ആ സിനിമയില് അത് അത്രയും നീട്ടം വേണമായിരുന്നോ എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം അത് ഭയങ്കരമായിട്ട് ബോറടിച്ചു ആ ഒരു ഭാഗം. ഇപ്പൊ ആ ഒരു എന്താ പറയാ ആ ജയിലില് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവരോട് അയാള് പറയുന്നില്ലേ, "എടാ നിന്റെ സാമാനം കത്തിപ്പോവും അല്ലെങ്കിൽ ഇത് ചത്തുപോവും" അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ദേഷ്യപ്പെട്ട് ഇതിനെതിരെ. ആ ഇതൊക്കെ ഓക്കെയായിരുന്നു. പക്ഷേ ഈ സ്കൂളിൽ വന്നൊരു ബോധവൽക്കരണം പോലെ നടത്തിയ ആ ഒരു പരിപാടി, അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. അത് കണ്ട് തീർന്നില്ലേ എന്നുള്ളൊരു മട്ടായിപ്പോയി. പിന്നേന്ന് വെച്ച് കഴിഞ്ഞാ ഇടയ്ക്കിടയ്ക്കുള്ള അനാവശ്യമായിട്ടുള്ള ഫൈറ്റ് സീനുകള് പോലെ. ഫൈറ്റ് സീനൊക്കെ ഒരുപാട് കുത്തിക്കേറ്റി വെച്ച പോലെ തോന്നി. അതും ഒരുപാട് നേരവും ഉണ്ടായി ഫൈറ്റൊക്കെ. അപ്പൊ അതൊക്കെ എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട്. അവിടെയൊക്കെ ബോറടിച്ചു പോയി. ഇത് തീർന്നില്ലേ പിന്നെയും ഫൈറ്റ് അങ്ങനത്തുള്ള രീതിയിലായിപ്പോയി. ശരിക്കും ഈ ഹാഷിറും ഹാഷിറിന്റെ ടീമും പിന്നെ നമ്മുടെ യുറേക്ക ആ ചേട്ടൻ, പിന്നെ ഏതാ കുഡോസ് മീഡിയ ആ പുള്ളിക്കാരൻ അവർക്കൊക്കെ കുറച്ച് ചെറിയ റോൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരുടെയൊക്കെ ഈ റീൽസ് ഒന്ന് തുന്നിക്കെട്ടി വെച്ച് ഫസ്റ്റ് ഹാഫ് കാണിച്ചിരുന്നെങ്കില് എനിക്ക് തോന്നുന്നു ഇതിലും നന്നായേനെ. അത്രയ്ക്ക് അതങ്ങനെ ഒരിത് തോന്നി. ശരിക്കും ഈ ഹാഷിർ ടീം ഇവരെ വച്ചിട്ട് ഇവർക്ക് ഒന്നും കൂടി ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ അതിനകത്ത് കേറ്റായിരുന്നു. ചിലപ്പോ സിനിമയ്ക്ക് അത് വേണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇല്ലാതാക്കിയത്.
പക്ഷേ എനിക്ക് തോന്നുന്നു അവരിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രതീക്ഷ വച്ചിട്ട് പോയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷെ ചിലവരുടെ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. അവർക്കും ഇത് അത്ര വലിയ വർക്കൗട്ട് ആയില്ല. ആവറേജ് മൂവി പോലെയാണ് എന്ന്. അത് ഇത്രയും ഹൈപ്പ് കണ്ടിട്ട് പോയത് കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെയാണ് എനിക്കൊരു പോരായ്മ തോന്നിയത്. പിന്നേന്ന് വെച്ചാ ഒരു സീനുണ്ടല്ലോ, ഒരു പോലീസുകാരൻ തിയേറ്ററിൽ കേറി വരുമ്പോ എല്ലാവരും കൂകി വിളിക്കുന്നതും. അതില് അതും ഒരുപാട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. അത് കുറച്ചൊക്കെ മതിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാ "എടാ പോടാ, കിറുക്കാന്നൊക്കെ" അങ്ങനെയൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇവര് ഓവറായിട്ട് ഓരോ വേർഡ്സും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്താ അതൊക്കെ കുറച്ച് ഇതായിട്ട് തോന്നി. അതൊക്കെ കുറച്ച് മതിയായിരുന്നു. ഒരു 2, 3 വിളികൾ വിളിച്ചിട്ട് അത് മതിയായിരുന്നു. പക്ഷെ ഇത് പിന്നേം 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 അതന്നെ. റിപ്പീറ്റേഷൻ പോലെ. അത് ഒരു ആഹ് എന്താ പറയാ ഇതായി. സെക്കൻഡ് ഹാഫ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു സിനിമ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോ ഓക്കെ അത് ആ ഒരു സെന്റിമെന്റ്സ് സംഭവം വർക്കൗട്ടും ആയി. ആഹ് അപ്പോ എനിക്കിതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഞാനിത് ഇടാൻ കാരണം എനിക്ക് തിയേറ്ററിൽ വെച്ചിരുന്നപ്പോ തന്നെ തോന്നി. അയ്യോ ഇതെന്തെന്നാ ഇത്ര ഹൈപ്പ് ഇവര് കൊടുക്കാൻ കാരണം? എനിക്ക് ഇത് കണ്ടിട്ട് എന്താണ് ബോറടിക്കണ പോലെ തോന്നണേ എന്ന് തോന്നി. അതുകൊണ്ടാണ് ട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങള് അങ്ങനെ തന്നെ ചിന്തിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആരും വന്ന് പൊങ്കാലിടാൻ വന്നേക്കല്ലേ. എന്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവണോന്നില്ലല്ലോ. എനിക്ക് പേഴ്സണലി എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആഷിർ. പുള്ളിയുടെ ആ ഒരു നോട്ടവും ഭാവവും ഇതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ യുറേക്കയിലെ ആ ചേട്ടനില്ലേ, എനിക്ക് റിയൽ നെയിം അറിയില്ല. ഗൾഫിൽ പോകുന്ന ചേട്ടൻ. പുള്ളിയുടെ എനിക്ക് ഓൾറെഡി റീൽസിൽ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടാ. ഇതിലും അത്യാവശ്യം നന്നായിട്ട് നല്ല അഭിനയം ഉണ്ട്. അവരുടെയൊക്കെ സംഭവങ്ങളാണ് ശരിക്കും വർക്കൗട്ട് ആയത്. എനിക്ക് സെക്കൻഡ് ഹാഫിലത്തെ ആ ഒരു ബ്രദർ ബോണ്ട് അതൊക്കെ. അതുകൊണ്ട് അപ്പൊ ഞാൻ സാധാരണ ട്രെയിലർ പോലും കാണാണ്ടാണ് സിനിമ കാണാൻ പോവാറ്. ട്രെയിലറൊന്നും ഞാനിതിന്റെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെയാണ് സിനിമ കാണാൻ പോവാറ്. റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഇത് ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് ശരിക്കും എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടു ആട് 3. അത് വെച്ച് കമ്പയർ ചെയ്യാമോന്ന് എനിക്കറിയില്ല. പക്ഷെ ആട് 3 ഒക്കെ ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് പേര് നെഗറ്റീവ് ഇടുന്നത് കണ്ടിരുന്നേ. ആട് 3 എന്തിന് കൊള്ളാംന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ അത് ഒരു എന്റർടൈൻമെന്റ് മൂവി വച്ച് നോക്കുമ്പോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആട് 3. ഇത് പക്ഷെ ഒരു കോമഡി മൂവി ആയിട്ടല്ല വാഴ. എന്നാലും നമ്മൾ ഇവരെയൊക്കെ അതിനകത്ത് ഇടുമ്പോ നമ്മൾ കുറച്ചും കൂടി ഒരു കോമഡി നമ്മൾ പ്രതീക്ഷിക്കും. കുറച്ചും കൂടി ഇതായിട്ടേ. ചിരിക്കാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ചെറിയ ചെറിയ ഈ ഹാഷിറാൻ ടീമിന്റെ ചെറിയ കുറച്ച് ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എക്സ്പെക്ടേഷൻ ഡസന്റ് മീറ്റ്. ഡസന്റ് ആണോ ഡിഡന്റ് ആണോ? അത് തന്നെ. അപ്പൊ ഇത്രേ ഉള്ളൂ. അയ്യോ! ഈ വീഡിയോ ഞാൻ ദേ ഇപ്പൊ ഷൂട്ട് ചെയ്യണേണ്. ചിലപ്പോ ഞാനിപ്പൊ ഇടും, അല്ലെങ്കിൽ ഞാൻ നാളെ ഇടും. അപ്പൊ ഓക്കെ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യമേ പറയേണ്ടതാ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ. അപ്പൊ ഓക്കെ. ബൈ.